चाय वाले को हमने चुना चौकीदार, चंदा चोर हो गए देखते देखते, चाय वाले को हमने चुना चौकीदार, चंदा चोर हो गए देखते देखते. രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തില് വോട്ട് കട്ടുമെന്ന് അറിയാതെ സമ്മതിച്ചു പോയി നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവില്ലേ, ഇലക്ഷൻ കമ്മീഷൻ സമ്മതിച്ചിട്ടില്ലല്ലോ, രാഹുൽ ഗാന്ധി പറഞ്ഞതൊക്കെ വാസ്തവ വിരുദ്ധമാണ്, ഒരിക്കലും പുറത്തുനിന്ന് ഒരാൾക്ക് വോട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണല്ലോ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത്. പിന്നെ എങ്ങനെ അതിന് സമ്മതമായി എന്നുള്ളതാണ് അല്ലേ. ഇതിലേറ്റവും കോമഡി ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു 2023 ഇങ്ങനെ സംഭവം വന്നിട്ടുണ്ട്, അത് FIR എടുത്തിട്ടുണ്ട്, കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പം ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറയാണ്ട് പറഞ്ഞു അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, പുറത്തുനിന്ന് ആരോ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ അത് അവിടുത്തെ എന്താ പറയുക ആളുകൾ പിടിച്ച സമയത്ത് അവരത് FIR ഇട്ടു. കഴിഞ്ഞ 2 വർഷമായിട്ട് ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടുന്ന് ഇതേതാ പുറത്തുനിന്ന് ഏത് IP നമ്പർ എന്നാണ് ഇത് ആഡ് ചെയ്യാൻ നോക്കിയത്, ആ ഫോൺ നമ്പറുകൾ ഏതൊക്കെയാണ്. 2 വർഷമായിട്ട്, 3-ാമത്തെ വർഷമായി. ഇപ്പോഴും അതിന് പ്രത്യേകിച്ച് സ്റ്റാറ്റസ് ഇപ്പോഴും സ്റ്റിൽ പ്രോസസ്സാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ഇത്രയും വലിയ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിലോട്ട് വോട്ട് ചേർത്താൻ നോക്കിയത്, അത് ഞാൻ പറഞ്ഞല്ല, ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന വോട്ട് ചേർത്താൻ നോക്കിയതിൻ്റെ ഒരു കേസ് വന്നിട്ട്, ഇത്രയും ഗുരുതരമായിട്ടുള്ളൊരു കേസ് വന്നിട്ട് വിത്ത് ഫോൺ നമ്പർ OTP എന്ന ഫോൺ നമ്പർ കണ്ടുപിടിച്ചു. ഇത്രയും കഴിഞ്ഞിട്ട് 2 വർഷമായിട്ട് ഒരു IP അഡ്രസ്സോ അല്ലെങ്കിൽ അത് ചേർത്ത സ്ഥലങ്ങളോ ഏത് സിസ്റ്റം ത്രൂ ആണെന്നോ അല്ലെങ്കിൽ ഈ ഫോൺ നമ്പറിൻ്റെ ഉപഭോക്താക്കൾ ആരാണെന്നോ പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഇലക്ഷൻ കമ്മീഷൻ എന്ത് തരികിടയാണ് അവിടെ കളിക്കുന്നതെന്നുള്ളത് ചിന്തിച്ചാൽ മതി അല്ലേ. ഇലക്ഷൻ കമ്മീഷൻ കളിക്കാൻ തരികിട എന്താണെന്നും അത് ചേർത്താൻ നോക്കിയത് ആരാണെന്നും ആ നമ്പറുകളുടെ ആരുതയാണെന്നും ഈ IP നമ്പർ എവിടെയാണെന്നുള്ള ഇലക്ഷൻ കമ്മീഷൻ എന്നോ കിട്ടിക്കാണും. കിട്ടിയതുകൊണ്ട് തന്നെ മിണ്ടാണ്ടിരിക്കണം. ഇനി ഇലക്ഷൻ കമ്മീഷൻ്റെ B ടീമായിട്ടുള്ള വേറെ വല്ല ടീമും ആണോ അങ്ങനെയൊക്കെ ഓഫീസ് തുടങ്ങി വെച്ചിട്ട് ഇങ്ങനെ കയറ്റുന്നതെന്ന് പോലും പറയാൻ പറ്റില്ല. ഇത് പിടിച്ചതുകൊണ്ട് ആ 12 ആൾക്കാരെ കയറ്റും എന്നുള്ളതിൻ്റെ പിടിച്ചതുകൊണ്ട് അതിപ്പോഴും FIR ഇട്ട് അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതുപോലെ പിടിക്കാത്ത എത്ര വോട്ട് ചേർത്തിട്ടുണ്ടാവും. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറയാതെ പറഞ്ഞു ശരിയാണ് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്, അപ്പം അങ്ങനെ കേസ് നടക്കുന്നുണ്ട്. എന്നാലും ഞങ്ങൾ രാഹുൽ ഗാന്ധിനെ വിമർശിക്കും, രാഹുൽ ഗാന്ധി പറഞ്ഞതൊക്കെ തെറ്റാണ്. എന്ത് ഊളകളാണ് താനൊക്കെ. ഇത്ര ഓട്ടോണോമസ് ആയിട്ട് ഒരു ബോഡിയാണ് നിങ്ങൾ ഇന്ത്യ എന്ന് പറഞ്ഞ ജനാധിപത്യ രാജ്യത്തിലെ. ഒരു ഉളുപ്പുമില്ലാണ്ട് BJP തരുന്ന പൈസ നക്കി തിന്നിട്ട് അതും കൊണ്ട് നിൻ്റെ ഒക്കെ മരുമക്കളെയൊക്കെ തീറ്റി പോറ്റുന്നുണ്ടെങ്കിലല്ലോ കുഷ്ടൊക്കെ പിടിച്ചെത്തൂടാ. അമ്മാതിരി ചെറ്റകളാണ് നിങ്ങൾ. ഏതായാലും ന്യൂസ് കണ്ടുവരാം, അത് നമുക്കൊന്ന് കയറി മുറിച്ച് കഴിഞ്ഞാലല്ലോ ഇനിയും പലതും കിട്ടും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഹുലിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചു. രാഹുൽ ഗാന്ധി പരാമർശിച്ച കേസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് FIR ഫയൽ ചെയ്തത്. കണ്ടല്ലേ, ഇലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധിനെതിരെ രൂക്ഷമായിട്ട് രാഹുൽ ഗാന്ധിന്റെ പരാമർശങ്ങൾക്കെതിരെ കംപ്ലീറ്റ് തെറ്റാന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതിനെതിരെ പറഞ്ഞു. എന്നിട്ട് അങ്ങോട്ട് തന്നെ ഇട്ട് കൊടുത്തു, ഞങ്ങൾ തന്നെയാണ് FIR ഇട്ടത്, ഇങ്ങനെ സംഭവം നടക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ തന്നെയാണ് FIR ഇട്ടത്. അവിടെ തന്നെ ഫസ്റ്റ് മൂഞ്ചൽ അവിടെ കേട്ടോ. നീ കേക്ക്, ജനങ്ങളിൽ ആർക്കും ഓൺലൈനായി വോട്ട് നീക്കം ചെയ്യാനാകില്ല എന്നാണ് കമ്മീഷന്റെ മറുപടി. ബൽറാം നെടുങ്ങാടി, അതായത് പൊതുജനങ്ങൾ ആർക്കും വോട്ട് അങ്ങോട്ട് അഡീഷണൽ ആഡ് ചെയ്യാൻ പറ്റില്ല, അതായിരുന്നു ഇവരുടെ മറുപടി. ആ മറുപടിക്കുള്ള ഉത്തരമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഈ ഫോട്ടോ വെച്ച് കൊടുത്തത്. രാവിലെ 4 മണിക്കും 5 മണിക്കൊക്കെ സൈറ്റുകളിൽ ഈ അപ്ലിക്കേഷൻ വന്നിട്ട് 10 മിനിറ്റിൻ്റെ ഇടയ്ക്ക് 14ഉം 15ഉം 16ഉം ആപ്ലിക്കേഷൻസ് ഇങ്ങനെ അഡീഷണലി ആഡ് ആയിക്കൊണ്ടേയിരിക്കുക, അല്ലെ ഡിലീഷൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. ഇതെങ്ങനെ വന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ചോദിച്ചതും അതിനാണ് FIR ഇട്ടതും. അപ്പം ഈ സൈറ്റ് ഇത്രയും ഓപ്പൺ ആയിട്ട് ഈ സൈറ്റിൽ ഇത് സംഭവം കണ്ടതുകൊണ്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് ഇലക്ഷൻ കമ്മീഷന് മനസ്സിലായി അല്ലേ. അതായത് പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് OTP വെച്ചിട്ട് ഒരു പ്രത്യേക കോൾ സെൻറ്റർ അല്ലെങ്കിൽ പ്രത്യേക ഒരു ഓഫീസിൽ ഇരുന്ന് ഒരു പ്രോഗ്രാം വെച്ചിട്ട് ചെയ്യാൻ പറ്റും. 2 സെക്കൻഡ് 2 മിനിറ്റ് വെച്ചിട്ട് ഓരോ ആപ്ലിക്കേഷൻ അഡീഷണലി പുലർച്ചെ 4 മണിക്ക് കയറ്റാൻ പറ്റും എന്നുള്ളത് അറിഞ്ഞതുകൊണ്ടാണ് FIR ഇട്ടത്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അറിയാം ഈ പരിപാടി നടക്കും എന്നുള്ളത്. എന്നിട്ട് ഇപ്പുറത്ത് വന്ന് ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ അടിസ്ഥാന വിരുദ്ധമാണ്, അങ്ങനെ ആർക്കും ചേർത്താൻ പറ്റില്ല എന്നുള്ളൊരു തള്ളും. എടാ, ചാണകം തിന്നുന്ന സംഖ്യകൾ നിങ്ങൾ ഈ പറഞ്ഞതനുസരിച്ച് ഇങ്ങനെ ചാടി കളിക്കും കുഞ്ചിരാമനെ പോലെ. പക്ഷേ ഇത് കേൾക്കുന്ന മനുഷ്യന്മാരെ പറയില്ലോ, ഇത് ചോറുന്ന മനുഷ്യനറിയാലോ പറഞ്ഞത് രണ്ട് കാര്യമാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞതിന് കൂടുതൽ സ്ട്രോങ് ആക്കി തന്നു ഇപ്പം നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ. ബാക്കി കേൾക്ക്. പൊതുജനങ്ങളിൽ ആർക്കും ഓൺലൈനായി വോട്ട് നീക്കം ചെയ്യാനാകില്ല എന്നാണ് കമ്മീഷന്റെ മറുപടി. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ബൽറാം, എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം? എങ്ങനെയാണ് ഈ നിലയിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് വോട്ടർമാരുടെ പേര് ഒഴിവാക്കുക? അതിന്റെ ഒരു പ്രോസസ്സ് വിശദീകരിക്കുന്നുണ്ടോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ?
വിജയകുമാർ, രാഹുൽ ഗാന്ധി ഈ ആരോപണം ഉന്നയിച്ച് മിനിറ്റുകൾക്കകമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെക്കെതിരായ ആരോപണങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം നൽകുന്നത്. രാഹുലിന്റെ ആരോപണം അത് അടിസ്ഥാനരഹിതമാണ് എന്നും തെറ്റാണ് എന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ ഇതിനോട് പ്രതികരിക്കുന്നത്. ഒപ്പം രാഹുലിന്റെ ആരോപണങ്ങൾ എന്നാൽ ഒരു പരിധിവരെ ഭാഗികമായി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ ശരിവെക്കുന്നുണ്ട്. ആലന്ത് നിയമസഭാ മണ്ഡലവുമായി ഭാഗികമായിട്ടല്ല, അത് സത്യമായി. അതായത് ഈ ആലങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഈ വോട്ടേഴ്സിനെ നീക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അത് നടന്നതിൻ്റെ പ്രൂഫാണ് ഈ പറഞ്ഞ സ്ഥലത്ത് 4 മണിക്ക് വോട്ട് മാറ്റിയതും. അത് കഴിഞ്ഞ് വോട്ട് മാറ്റിയതിൻ്റെ ലിസ്റ്റ് കിട്ടിയപ്പോൾ അവിടുത്തെ എന്താ പറയുക, അവിടുത്തെ ആളുകൾ വന്ന് ചോദിച്ചത് ഇതെങ്ങനെ വോട്ട് മാറ്റി, അതും ഏതോ ആ ഒരു എന്ത് ദേവിയായിരുന്നു, ഒരു ദേവി ഉണ്ടല്ലോ, ആ പുള്ളിക്കാരിയുടെ പേരിൽ 12 വോട്ടോളം എങ്ങനെ മാറ്റി എന്ന് ചോദിച്ചപ്പം പുള്ളിക്കാരി അറിഞ്ഞിട്ടില്ല എന്നും, അപ്പോൾ ആ പുള്ളിക്കാരുടെ പേരിൽ പുള്ളിക്കാരുടെ വോട്ടേഴ്സ് ID ഡീറ്റെയിൽസ് വെച്ചിട്ട് കഴിഞ്ഞ 10 നമ്പറിൽ നിന്ന് ഇത്രത്തോളം വോട്ട് മാറ്റാൻ ട്രൈ ചെയ്തു, അത് സൈറ്റ് ത്രൂ ആണെന്നുള്ളതിൻ്റെ FIR ഇത് ഇട്ടണമെങ്കിൽ അത് ചെയ്തിട്ടുണ്ട്. അത് പിടിച്ചതിൻ്റെ മാത്രം FIR നിങ്ങൾ കണ്ടത്, പിടിക്കാത്തത് എത്ര എണ്ണം ഒഴിവാക്കി പോയിട്ടുണ്ടാവും. പിന്നെ എന്ത് ഇലക്ഷൻ കമ്മീഷൻ, നിങ്ങൾ എന്ത് ഓള വർത്താനങ്ങളൊക്കെ ഈ പറയുന്നത്? ആൾ ഇമ്മാതിരി ആളെ പറ്റിക്കാൻ. എടാ ഈ സംഘി, ഇപ്പം ഞാനിട്ട നേരത്തെ ഒരു വീഡിയോ ഇട്ട് അതിൻ്റെ താഴത്ത് കുറേ സംഘികൾ വന്ന് സമ്മതിച്ചു തരാത്ത ഇവന്മാരൊക്കെ എന്തൊരവസ്ഥയല്ലേ നമ്മുടെ സംഘപരിവാണങ്ങൾ എന്ന് പറഞ്ഞാൽ 5 പൈസൻ്റെ വിവരോ ബുദ്ധിയോ വിവേകമോ വകതിരിവോ ഇല്ലാത്ത ഒരു കൂട്ടം പട്ടിക്കാട്ടങ്ങൾ എന്ന് വേണേൽ പറയാം. എന്ത് പറഞ്ഞാലും തലയെ കയറ്റാണ്ട്, എന്ത് പറഞ്ഞാലും മനസ്സിലായി പൊട്ടന്മാരായിട്ട് ഇങ്ങനെ അന്ധഭക്തം മൂത്തിട്ട് അന്ധഭക്തരായിട്ട് നടക്കുന്ന വിവരം കെട്ട ജന്തുക്കളായിട്ടുള്ള പറഞ്ഞിട്ട് കാര്യമില്ല. ബാക്കിയൂടെ കേൾക്ക്. വോട്ടർമാരെ നീക്കാൻ ചില ശ്രമങ്ങൾ നടന്നിരുന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥിരീകരിക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തന്നെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം മുന്നോട്ട് പോകുകയാണ് എന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കുന്നത്. 2 വർഷമായിട്ട് അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. എന്താണ് അന്വേഷിക്കുന്നത്? ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ വോട്ടുകൾ ഡിലീറ്റ് ചെയ്യാൻ നോക്കിയ ആളുകളുടെ മൊത്തം ഡീറ്റെയിൽസ് വിത്ത് ഫോൺ നമ്പർ കിട്ടിയിട്ട് അതിൻ്റെ IP നമ്പർ ഇത് എവിടെ നിന്ന് നടത്തുന്നതെന്ന് വരെ നടത്താൻ പറ്റിയിട്ടില്ല. ഇന്ത്യൻ നമ്പറുകളാണ്, OTP പോയ ഇന്ത്യൻ നമ്പറുകൾ, ഇന്ത്യയുടെ പല സ്റ്റേറ്റിൽ നിന്നുള്ള പല നമ്പറുകൾ. നമ്മുടെ നാട്ടിൽ കുറച്ച് കാലമായിട്ടുണ്ട് ഒരു നമ്പർ എടുക്കണമെങ്കിൽ ആധാർ കാർഡും വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്പർ എടുക്കാൻ പറ്റുള്ളൂ അല്ലേ, കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട്. അപ്പോൾ ഈ 2023 നടന്നിട്ടുണ്ടെങ്കിൽ ഈ 10 ഫോൺ നമ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ 10 ഫോൺ നമ്പർ ട്രേസ് ചെയ്യാൻ ഇതുവരെ ഇലക്ഷൻ കമ്മീഷന് പറ്റിയിട്ടില്ല, ഈ ആളുകളെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഒരു IP നമ്പർ നമ്മൾ സൈബർ സെക്യൂരിറ്റിയിൽ അത്രയും സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മളെന്തോ മല മറച്ചുകൊണ്ടിരിക്കുക എന്നാണ് പ്രധാനമന്ത്രിമാർ. നമ്മുടെ IT രംഗം അങ്ങ് കൂപ്പ് കുത്തി കയറിക്കൊണ്ടിരിക്കുക. ഒരു IP നമ്പർ ഇതുവരെ ട്രേസ് ചെയ്യാൻ പറ്റില്ല. 2 വർഷമായിട്ട് നിങ്ങളെന്താ മറ്റേ ആളെ പറ്റിക്കണോ? അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളിച്ചാടിയിട്ട് കിട്ടുന്ന പൈസക്കെ ഇലക്ഷൻ കമ്മീഷന് മറ്റേ നമ്മുടെ BJP കൊടുക്കുന്ന ഫണ്ട് കിട്ടി കയറി കോടികൾ കയറി ഇവനൊക്കെ എല്ലിൻ്റെ ഇടയിൽ കുത്തിട്ടെ ഇവിടെ കിടന്നിങ്ങനെ പൊളഞ്ഞ് കളിക്കാപ്പം ഓരോ കാര്യം വരുമ്പോൾ പോട്ടന്മാരെ പോലെ വിളിച്ചു പറയാ. രാഹുലിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വിവരക്കേടും ചെറ്റത്തരും ചെയ്ത നിങ്ങളെ സംരക്ഷിക്കണേ BJP പാർട്ടി എന്നുള്ളത് പച്ചവെള്ളം പോലെ മനുഷ്യന്മാർക്ക് മുമ്പിൽ ഇട്ടിട്ടുണ്ട്. ബാക്കിയേക്ക്. ഒപ്പം തന്നെ രാഹുൽ ഉന്നയിച്ച അതുപോലെ ഏതെങ്കിലും ഒരാൾക്ക്, ഒരു വോട്ടർക്ക് മറ്റു വോട്ടർമാരെ നീക്കം ചെയ്യാൻ ആകില്ല എന്നും ഓൺലൈൻ വഴി അത്തരത്തിലുള്ള ഒരു സൗകര്യം ലഭിക്കില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നു. ഒപ്പം നീക്കം ചെയ്യുന്ന വോട്ടർ അയാളെ വിശദീകരണം കേട്ട ശേഷം മാത്രമേ അത്തരത്തിൽ ഈ ആരോപണങ്ങൾ ശരിയാണെങ്കിൽ ഈ വോട്ട് നീക്കം ചെയ്യുക പതിവുള്ളൂ എന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കുന്നത്. പൊതുജനങ്ങളിൽ ആർക്കും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ഏതെങ്കിലും ഒരു വോട്ടർമാരെ നീക്കം ചെയ്യാനാകില്ല എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നു. എന്ത് വ്യക്തമാക്കുന്നുണ്ടെന്നാ മനസ്സിലാവും. എന്ത് വിവരക്കേട്? ഈ വാർത്ത വായിക്കുന്നവർക്ക് ഒരു ബോധം വേണ്ട. വാർത്ത വായിക്കുന്നവര് പറഞ്ഞോടെ പെട്ടു, ഇലക്ഷൻ കമ്മീഷൻ പെട്ടു വന്ന് ഇപ്പം മുഴഞ്ഞിട്ടുള്ള വിശദീകരണം എന്ന് പറഞ്ഞാൽ മരമണ്ടത്തരമാണെന്ന് എന്ത് ഈ നമ്മുടെ വാർത്ത വായിക്കുന്ന വിവരം കെട്ട ടീംസിന് പറയാൻ പറ്റുന്നില്ലേ? അതായത് വിത്ത് ലിസ്റ്റ് അല്ലെങ്കിൽ ആ ഫോം അടക്കം, ഈ ഫോം രാഹുൽ ഉണ്ടാക്കിയ ഫോം അല്ല, നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഇതിലുള്ള ഫോമാണ്. ഈ ഫോം എങ്ങനെ വന്നു? ഈ ഫോമിൽ ഈ ഗംഗാദേവി ഒരു ദേവി ഉണ്ടല്ലോ, ആ ദേവി എന്ന് പറഞ്ഞാൽ അവരുടെ പേരിൽ ഇത്രയും 12 ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഉണ്ട്, ഇത്രയും ആൾക്കാരുടെ വോട്ട് ഇന്ന ആൾ റിമൂവ് ചെയ്തു എന്നുള്ള വിത്ത് ലിസ്റ്റ്, വിത്ത് പ്രൂഫ്, വിത്ത് എന്താ പറയുക നോട്ടീസുമായിട്ട് വന്നു കഴിഞ്ഞിട്ട് ഇനി എന്താണ് അതിൽ നിങ്ങൾ എന്താ സമ്മതിച്ചു തരാണ്ടിരിക്കുന്നത്? നിങ്ങൾ BJPൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന പൈസ അത് മറക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കഷ്ടപ്പെടുന്നത്. ഇലക്ഷൻ കമ്മീഷൻ എന്നല്ല നിങ്ങളൊക്കെ വിളിക്കണ്ടേ, പെരട്ട കമ്മീഷൻ എന്നാ. BJPക്ക് വേണ്ടിയിട്ട് എന്ത് പിമ്പ് പണിയും ചെയ്യുന്ന ചെറ്റകളായിക്കൂട്ടത്തിലുള്ളത് വ്യക്തമാക്കി തരികയാണ് ഇപ്പം നമുക്ക് എല്ലാവർക്കും. മുമ്പോട്ട് കാണിച്ചു തരണം. അവർ തന്നെ വന്ന് ഇങ്ങനെ പറഞ്ഞ് കാണിച്ചു തരിക നമുക്ക്. ഇതാ ഞങ്ങൾ വീണ്ടും ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇന്നയാണ് അബദ്ധം പറ്റിയെന്നുള്ളത്. രാഹുലിനല്ല അബദ്ധം പറ്റിയെന്നുള്ളത്. കഷ്ടം.
അതേസമയം രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളിൽ സംസ്ഥാനത്തിന് പുറത്തുള്ള മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു വോട്ടർ മറ്റ് വോട്ടർമാരെ നീക്കം ചെയ്തു. 14 മിനിറ്റുകൾക്കിടെ 12 വോട്ടർമാരെ ഇത്തരത്തിൽ നീക്കം ചെയ്തു തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് രാഹുൽ ഉന്നയിച്ചത്. അതെങ്ങനെ സാധ്യമായി എന്ന ഇതിലുള്ള വിശദീകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടില്ല. എന്നാൽ മുൻപത്തെ രാഹുലിന്റെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് വ്യത്യസ്തമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്പം കൂടി വിശദമായ ഒരു വിശദീകരണമാണ് ഇക്കാര്യത്തിൽ നൽകുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ആദ്യഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ ബോംബ് പൊട്ടിച്ച ഘട്ടത്തിൽ ഇത് അടിസ്ഥാനരഹിതമെന്ന ഒറ്റ വാക്കിലുള്ള പ്രതികരണമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും ദിവസങ്ങളോളം ഉണ്ടായത്. പിന്നീട് ഇത് രാജ്യവ്യാപകമായി പ്രതിഷേധമുയർന്ന ഘട്ടത്തിലാണ് വിശദമായ വാർത്താ സമ്മേളനം വിളിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യങ്ങളിൽ വിശദീകരണം നൽകിയത്. എങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ ഒരു വിശദീകരണം എന്നുള്ളത് ഭാഗികമായി അത് ശരിവെക്കുകയും എന്നാൽ ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് വ്യക്തമാക്കുകയും ഒപ്പം രാഹുൽ ഉന്നയിച്ച വിഷയം ആലന്ദിലെ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ FIR രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. മൂന്ന് കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. അതായത് ആദ്യത്തെ രാഹുലിന്റെ ബോംബ് പൊട്ടിച്ച സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ വെറുതെ എല്ലാം തെറ്റിദ്ധാരണ എന്നും പറഞ്ഞ് മിണ്ടാണ്ടിരുന്ന് 4 ദിവസം വെയിറ്റ് ചെയ്ത് എന്തൊക്കെയോ പഠിച്ച് വന്നിട്ട് എന്തോ പറയാൻ വേണ്ടി വന്നു. പറയാൻ വന്നതെല്ലാം ശുദ്ധ മണ്ടത്തരായതുകൊണ്ട് അതുപോലെ വാലും ചുരുട്ടി കൊരങ്ങന്മാർ പട്ടികളെ ഓടുന്ന പോലെ തിരിച്ചോടേണ്ടി വന്നു. ഇത് രണ്ടാമത്തെ വീണ്ടും അലിഗേഷൻസ് വന്നപ്പം ചാടിക്കേറി വന്ന് എല്ലാം എന്താ പറയുക വാസ്തവരഹിതമാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. എന്നാലും 2023 ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്, ഞങ്ങളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ സമ്മതിച്ചു തന്നു, ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നു സമ്മതിച്ചു തന്നു. ചെയ്യാൻ ആളുകൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നമ്പറും അതിൻ്റെ സൈറ്റും എല്ലാം തേങ്ങയും മാങ്ങിയും കൊണ്ടുവരണ്ടാൻ വേണ്ടി എല്ലാ സാധനങ്ങളും ഇവരുടെ കയ്യിലുണ്ട്. 2 വർഷമായിട്ട് അത് പുറത്തോട്ട് വിട്ടിട്ടില്ല. രണ്ടാമത് സമ്മതിച്ചു തന്നു. എന്നിട്ട് ഇപ്പുറത്ത് വീണ്ടും വന്ന് പറയാണ് രാഹുൽ പറഞ്ഞത് തെറ്റാണെന്ന്. മൂന്നാമത്തെ കാര്യം, ഇതോടുകൂടി നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ കമ്മീഷൻ BJPയുടെ B ടീമല്ല, BJPയിലെ നമ്മുടെ ഡബിൾ എഞ്ചിൻ്റെ ആസനം നക്കി ജീവിക്കുന്ന വെറും ചെറ്റകളാണെന്നുള്ളത് പുറത്തോട്ട് വ്യക്തമായിട്ട് മുന്നോട്ട് വന്നു. അതല്ലേ അതിൻ്റെ സത്യം. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, എന്തൊക്കെ ഇതിലിപ്പോൾ ഇത്ര പറയാനൊന്നുമില്ല. അപ്പം നമ്മളിതാ ഈ ഒരു ലിസ്റ്റ് നമ്മൾ എവിഡൻസ് 1, 2, 3 എന്നും പറഞ്ഞിട്ടുണ്ട്. എവിഡൻസ് 1 എന്ന് പറഞ്ഞാൽ ഈ അപ്ലിക്കൻസിൻ്റെ പേരാണ്. ഇത്രയും ആളുകളാണ് എന്താ പറയുക സീരിയൽ നമ്പർ 1. എങ്ങനെ കറക്റ്റായിട്ട് സീരിയൽ നമ്പർ 1 തന്നെ പിക്ക് ചെയ്ത് റിമൂവ് ചെയ്യുന്നത്? അത് പ്രോഗ്രാം ചെയ്ത് വെക്കുന്നതാണ്. നമ്മളൊരു സിസ്റ്റത്തിൽ സോഫ്റ്റ്വെയറിൽ ഇടുമ്പോഴാണ് നമ്മളൊരാളാണ് മാനുവലി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആളെ നോക്കി ഇങ്ങനെ എടുത്തെടുത്തത്. അങ്ങനെയല്ല, ഇത് സീരിയൽ നമ്പർ 1 മാത്രം കറക്റ്റ് പിക്ക് ചെയ്തത് നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ബൂത്തിലും സീരിയൽ നമ്പർ 1 നിങ്ങൾ എടുത്ത് അങ്ങ് ഡിലീറ്റ് ചെയ്തേക്ക്. ഇതാണ് നമ്മൾ സിസ്റ്റത്തിന് പ്രോഗ്രാം ചെയ്ത് കൊടുത്തത്. 2 മിനിറ്റ് പരിപാടി കഴിയും. ഓട്ടോമാറ്റിക്കലി സിസ്റ്റം ത്രൂ ഏത് സമയത്തും നമ്മൾ സിസ്റ്റം പ്രോഗ്രാം ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് ചെയ്തു പോകും. അതാണ് എവിഡൻസ് നമ്പർ 1. പിന്നെ എവിഡൻസ് നമ്പർ 2 ആയിട്ട് വരുന്നത് ഈ എന്താ പറയുക സൂര്യകാന്ത് എന്ന് പറഞ്ഞ ആൾ. അതായത് അയാളുടെ ID യൂസ് ചെയ്ത് ഒരാളുടെ ID യൂസ് ചെയ്തിട്ടാണ് 12 പേരുടെ ആളുകളെ വെട്ടി കളയാനുള്ള ട്രൈ ചെയ്തത്. അതിൽ 14 മിനിറ്റിൽ 12 പേരുടെ കട്ട് ചെയ്ത് മാറ്റിയത്. പിന്നെ എവിഡൻസ് നമ്പർ 3, അതിൻ്റെ സ്പീഡ് 36 സെക്കൻഡാണ് ഒരു അപ്ലിക്കേഷൻ അതിൽ സബ്മിറ്റ് ചെയ്ത് ഒരു പേര് റിമൂവ് ചെയ്യാൻ എടുക്കുന്നത്. വെറും 36 സെക്കൻഡിന് ഇത്രയും വലിയൊരു അപ്ലിക്കേഷൻ്റെ ഫോട്ടോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അപ്ലിക്കേഷൻ കൊടുത്ത ഡേറ്റ് 19/12/2022 4/7/40 സെക്കൻഡ് 4 മണിക്ക് രാവിലെ പുലർച്ചെ കൊടുക്കുന്നു. 4/8/16 സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് ഇന്നയാളുടെ പേര് റിമൂവ് ചെയ്ത് എന്നുള്ളതിലുള്ള അതിൻ്റെ റെസിപ്റ്റ് തിരിച്ചു വരുന്നു. ഇതാണ് എവിഡൻസ് നമ്പർ 3. എവിഡൻസ് നമ്പർ 4 ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ 10 ബൂത്തിലാണ് ഇവർ കാണിച്ചത്. മാക്സിമം കാണിച്ചത് 10 ബൂത്തിലെ ഡിലീഷനാണ്. ഈ സ്ഥലങ്ങളിലൊക്കെ കോൺഗ്രസ് മുന്നിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ കട്ട് ചെയ്യപ്പെടുന്നത് അവിടുത്തെ മുസ്ലിം വോട്ടുകളും ദളിത് വോട്ടുകളും. അതായത് മുസ്ലിം വോട്ടുകൾ എന്ന് പറഞ്ഞാൽ OBCയിൽ വരുന്ന ആളുകൾ, ദളിതർ, SC ST ഇവരുടെ വോട്ടുകളാണ് കട്ട് ചെയ്യുന്നത്. ഇത് വ്യക്തമാണ്. ഇതിൽ ഇനിയിപ്പോൾ ഒന്നുമില്ല. ആൾക്കാരുടെ പേര്, ആൾക്കാരുടെ ഡീറ്റെയിൽസ് എല്ലാം കഴിഞ്ഞ പ്രാവശ്യം രാവിലെ വിട്ട പോലെ തന്നെ വെറുതെ ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ എല്ലാം കാണിച്ചു തരുന്നത്. ആളുടെ പേര്, ആളുടെ നാള്, ആളുടെ വോട്ടേഴ്സ് ID നമ്പർ, ആളുടെ ഫോട്ടോ, പിന്നെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ കുത്തിക്കയറ്റിയ ABCD XYZ 0000 ഇപ്രാവശ്യം WJ ആണ് അവർക്ക് കയറ്റി വിട്ടിട്ടുള്ളത്. ഇനി ഇതിനേക്കാൾ കൂടുതൽ തെളിവെന്താ വേണ്ടത്? എന്നിട്ട് ഇപ്പോഴും ഇത് അടിസ്ഥാനരഹിതമാണെന്ന് പറയാൻ നമ്മുടെ നാട്ടിലെ BJPക്കാരും സംഘപരി വാണങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു വാണങ്ങളും കൂടെ കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ബാക്കിയുള്ള ആൾക്കാരുടെ അവസ്ഥ എന്താ? നേപ്പാളും ബംഗ്ലാദേശും ഒന്നുമില്ല, അതിനേക്കാൾ താറുമാറാവും. ഇന്ത്യയിലെ ജനങ്ങളെല്ലാവരും കൂടെ റോട്ടിലായിട്ട് ഇറങ്ങിയിട്ട് അതിനെതിരങ്ങ് സംസാരിച്ചു കഴിഞ്ഞാലല്ലോ BJP ഇവിടെ നിന്നല്ല ലോകത്ത് എവിടെ നിൽക്കൂല, അങ്ങോട്ട് ശൂന്യാകാശത്തൊക്കെ പോകേണ്ടി വരും. ആ അവസ്ഥയിലോട്ട് കാര്യങ്ങൾ മാറും.